എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ മക്കളെ, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ സീരീസ് ആയിട്ട് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള, വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല വീഡിയോസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോയും +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇത് കൂടാണ്ട് +1 അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? 10 വരെയല്ല, 10 വരെ പഠിച്ചതുപോലെയല്ല +1 കടക്കുമ്പോൾ നിങ്ങൾ 10 വരെ പഠിച്ചതിൻ്റെ 3 ഇരട്ടി കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലേ? ഇത് മാത്രമല്ല, 10ൽ നമ്മൾ എക്സാം എഴുതിയിട്ടുള്ള രീതിയിലല്ല ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സാംസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. 10ൽ കിട്ടിയതുപോലെ നിങ്ങൾക്ക് മാർക്ക് +1 കിട്ടില്ല. സോ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ ഹൈ മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ എക്സാം എഴുതണം, ഈ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സ് ആൻഡ് ഷോർട്ട് നോട്ട്സുകൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെയും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജസിലൂടെയും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെയിൽസ് ഓഫ് സ്റ്റുവർട്ട് എന്ന ചാനലും ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ ചാനലും നിങ്ങളൊന്ന് ഫോളോ ചെയ്തിടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും വളരെ കൃത്യമായിട്ട് നമ്മൾ ചാനലിലൂടെ, കമ്മ്യൂണിറ്റി ചാനലിലൂടെ ഒക്കെ നമുക്ക് നിങ്ങളിലേക്ക് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എടാ മക്കളെ, എല്ലാവരും കാത്തിരുന്നിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടല്ലേ, അവർക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് അറിയണമായിരുന്നു. ഇനി ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് ട്രാൻസ്ഫറും സ്പോർട്സ് അലോട്ട്മെൻറ്റും ഒക്കെ വരൂ. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടത് ഓഗസ്റ്റ് 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ടാണ്. അതുവരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈമുണ്ട്. ഇനി സപ്ലിമെൻ്ററിക്ക് ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷൻ നടക്കുന്ന ആ ഒരു ടൈമിൽ ഒഫീഷ്യൽ സർക്കുലർ പബ്ലിഷ് ചെയ്യും. ഈ സർക്കുലറിനകത്ത് കൃത്യമായിട്ട് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടുള്ളതായിരിക്കും നെക്സ്റ്റ് വരുന്ന സർക്കുലർ. അതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുമെന്ന്, അല്ലേ? ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ്? അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വന്നതോടുകൂടി നമുക്ക് വേക്കൻറ്റ് സീറ്റുകൾ, ഓരോ ഡിസ്ട്രിക്റ്റിലും എത്രമാത്രം വേക്കൻറ്റ് സീറ്റുകളുണ്ട് എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേക്കൻറ്റ് സീറ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ നടക്കുമോ, സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടക്കുമോ, തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുമോ എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേക്കൻറ്റ് സീറ്റുകളുടെയും എത്രമാത്രം ടോട്ടൽ വേക്കൻറ്റ് സീറ്റുകളുണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലും എത്രമാത്രം സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ടുള്ള സർക്കുലറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പം നമുക്കിനി നെക്സ്റ്റ് അതിലേക്ക് കടക്കാം. എടാ മക്കളെ, നിങ്ങൾ HS ക്യാപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം സർക്കുലറിൻ്റെ ഭാഗത്ത്. അവിടെയാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും എത്രമാത്രം സീറ്റ് വേക്കൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 32,291 ആണ്. ഓക്കെ, അപ്പോൾ 32,000-ഓളം വരുന്ന സീറ്റുകൾ നിലവിൽ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതിൽ ഓരോ ഡിസ്ട്രിക്റ്റും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഏകദേശം 3,749 സീറ്റാണ് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന എല്ലാ ഡിസ്ട്രിക്റ്റിലെയും സീറ്റുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മളിത് വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ. സോ ഞാനൊരു റഫായിട്ട് പറഞ്ഞു തരാം. അതായത് തെക്കൻ ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, അപ്പോൾ ഈ ഒരു ഡിസ്ട്രിക്റ്റിലൊക്കെ ഏകദേശം 3,000-ഓളം സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ വടക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയനാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ 649 സീറ്റുകൾ മാത്രമേ വേക്കൻ്റ് ആയിട്ടുള്ളൂ. പാലക്കാട് 988 സീറ്റുകളാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ബാക്കി ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ ഏകദേശം 1,100 അല്ലെങ്കിൽ 1,200 റേഞ്ചിലൊക്കെയാണ് സീറ്റ് വേക്കൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് തെക്കൻ ജില്ലകളിൽ ഒത്തിരി സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ കുട്ടികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോഴും അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ വടക്കൻ ജില്ലകളിലാണ്. തെക്കൻ ജില്ലകളിൽ
അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്, സീറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോയിലുള്ളൊരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇപ്പൊ ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 32,000-ഓളം വരുന്ന സീറ്റുകൾ വേക്കന്റ് ആണ്. അപ്പോൾ പല സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് തേർഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കാണും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ തേർഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് യഥാർത്ഥത്തിൽ കാണുമോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും പല വർഷങ്ങളും പല രീതിയിലാണ്. നമുക്കിപ്പോൾ വേക്കന്റ് സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഇതുപോലെ 3ഓ 4ഓ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളൊന്നും വരാറില്ല. ഇപ്പോൾ ഈ അഡ്മിഷൻ ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോൾ എത്രമാത്രം സീറ്റ് വേക്കന്റ് ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും സീറ്റ് വേക്കന്റ് ആണ്, ഒത്തിരി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുണ്ടെങ്കിലാണ് ഇതുപോലെ 3ാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കുലർ വരണം. സർക്കുലർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പറഞ്ഞ തേർഡ് സപ്ലിമെന്ററി ആണോ അതോ സെക്കൻഡ് ട്രാൻസ്ഫർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ടീച്ചേഴ്സിന് ഈ പറഞ്ഞ ഒരു വേക്കന്റ് ലിസ്റ്റുകൾ വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാകുക. പല സ്കൂളിലും അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് പോലും അധ്യാപകർക്കോ പ്രിൻസിപ്പൽസിനോ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിത് കൃത്യമായിട്ട് വരണമെങ്കിൽ തേർഡ് സപ്ലിമെന്ററി ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് സർക്കുലർ വരണം. ഇനി ട്രാൻസ്ഫറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫർ വിളിക്കുകയാണെങ്കിൽ ഒത്തിരി കുട്ടികൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം 30,000-ഓളം സീറ്റ് വേക്കന്റ് ആയിട്ട് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ 1ഓ 2ഓ സീറ്റുകളൊക്കെ വേക്കന്റ് ആയിട്ട് വരാമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലും സ്കൂളിലേക്കൊക്കെ മാറാൻ കഴിയുമല്ലോ. അപ്പോൾ ഇവിടെയും സർക്കുലർ വരണം, കൃത്യമായിട്ട് സർക്കുലർ വരണം. എന്നാൽ മാത്രമേ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. എന്തായാലും സെക്കൻഡ് സപ്ലിമെന്ററി പ്രകാരം അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയൂ. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം ഇത്രയും സീറ്റ് വേക്കന്റ് ആയതുകൊണ്ട് തന്നെ. ഇനി നിലവിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടല്ലോ, ഒരു അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇനി ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് VHSCയിൽ സ്പോട്ട് അഡ്മിഷന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ VHSC ക്യാപ്പ് വഴിയിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്യേണ്ടത്. നിലവിൽ VHSCയിൽ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ HSCയുടെ കേസിൽ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും HSCയുടെ സ്പോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിൻ്റെ സർക്കുലർ വരുന്നത് എപ്പോഴായിരിക്കും? സെക്കൻഡ് ട്രാൻസ്ഫറിന് ശേഷമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനും, അതാണ് ഗവൺമെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പ്രൈവറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് സർക്കുലറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോസ് ആയിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമുക്ക് തേർഡ് സപ്ലിമെന്ററി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് നിലവിൽ ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. കാരണം ഗവൺമെന്റ് ഒരു ഇൻഫോർമേഷൻസ് തന്നിട്ടില്ല. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ വിഷയങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് സപ്ലിമെന്ററിയുടെ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് 5 വരെയാണ്. അത് ചിലപ്പോൾ നീട്ടാൻ സാധ്യതയുണ്ട്. കാരണം പല സ്കൂളുകളിലും ക്യാമ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നില്ല, വിദ്യാർത്ഥികൾക്ക് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡേറ്റ്സുകൾ കുറച്ചും കൂടെ അങ്ങോട്ട് നീളാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കൊരു സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഏകദേശം ഒരു ഓഗസ്റ്റ് 15-നുള്ളിൽ തന്നെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. ഓണത്തിൻ്റെ അവധിക്ക് മുമ്പ് തന്നെ മുഴുവൻ ഇത് ഇപ്പോൾ ഫാസ്റ്റായിട്ട് നടക്കേണ്ടതാണ്. ഈ മഴയുടെയൊക്കെ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവേ ഉള്ളൊരു വേക്കൻസി സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും 30,000-ഓളം സീറ്റുകൾ വേക്കൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു തേർഡ് സപ്ലിമെന്ററിക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് സെക്കൻഡ് സപ്ലിമെന്ററി പ്രകാരം 15,000-ഓളം വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് അലോട്ട് ചെയ്തിട്ടുള്ളത് 9,000-ഓളം കുട്ടികളെ മാത്രമാണ്. അപ്ലൈ ചെയ്തതിൽ 9,000-ഓളം വരുന്ന കുട്ടികളെ മാത്രമാണ് ഈ പറഞ്ഞ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് 15,000 വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻസ് കൊടുത്തതിൽ 9,000 വിദ്യാർത്ഥികൾ മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഇനിയും ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒന്ന് ചോദിക്കാം. കമൻസ് ആയിട്ട് നിങ്ങൾക്ക് കമൻസ് ചോദിക്കാതെയാണ്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ റെസ്പോൺസുകൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും. സോ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒക്കെ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.